ദീപക് ധർമ്മടം കൂടി കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഇത് മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തില്ല, മുന്നണിക്കകത്ത് ചർച്ച ചെയ്തില്ല, CPM-ന്റെ ജനറൽ സെക്രട്ടറി പോലും ഇതറിഞ്ഞില്ല. ഇത്രയും പ്രധാനപ്പെട്ട വിഷയമായിട്ടും നയപരമായ വിഷയമായിട്ടും വേണ്ട രീതിയിലുള്ള കൂടിയാലോചനകൾ നടന്നില്ല എന്നുള്ള വിമർശനമൊക്കെ അതിശക്തമായി ഉയർന്നു കേൾക്കുന്നതിനിടയിലാണ് ഇന്ന് LDF കൺവീനറുടെ പ്രതികരണം കണ്ടു. അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ കേരളത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വ്യവസ്ഥകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ LDF-ൽ ചർച്ച ചെയ്യും എന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. CPM ആണെങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചൊരു ആലോചനയിലില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. CPI അത് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. LDF-ന് മുമ്പിലേക്ക് ഈ വിഷയം വരുന്നതുമായി ബന്ധപ്പെട്ട് കൺവീനർ വിശദീകരിക്കുന്നത് എന്താണ്? ദീപക് ധർമ്മടം. റീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിൽ നിന്നും സർക്കാർ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, LDF കൺവീനർ പറയുന്നത് CPI ഉന്നയിച്ച ആവശ്യം ന്യായമാണ്, കാരണം ഇടതുമുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് LDF കൺവീനർ TP രാമകൃഷ്ണൻ നമ്മളോട് സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇടതുമുന്നണി യോഗം വിളിക്കും. ആ യോഗത്തിൽ ഈ കരാറും, കാരണം ഏതായാലും ഒപ്പിട്ടുപോയത് പ്രത്യേക സാഹചര്യത്തിലാണ്. കാരണം SSA പദ്ധതി ഉൾപ്പെടെ ഉച്ചക്കഞ്ഞി വിതരണം ഉൾപ്പെടെ അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കേന്ദ്ര പദ്ധതി വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ ഈ കരാറിൽ ഒപ്പിടേണ്ടി വരുന്നു. അത് നിർബന്ധിതമാകുന്നതാണ് കേരള സർക്കാർ. അത്തരമൊരു സാഹചര്യത്തിൽ ഒപ്പിട്ട പശ്ചാത്തലത്തിൽ അതിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. ആ വ്യവസ്ഥകൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ആ കാര്യത്തിലായിരിക്കും ഇനി ഇടതുമുന്നണി കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അടുത്ത LDF യോഗം എത്രയും വേഗം തന്നെ, എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സൗകര്യം കണക്കിലെടുത്ത് എത്രയും വേഗം തന്നെ അടുത്ത ആഴ്ച തന്നെ LDF യോഗം ഉണ്ടാകും. ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. LDF-ലെ എല്ലാ ഘടകകക്ഷികളുടെയും ഭൂരിപക്ഷ ഘടകകക്ഷികളുടെയും പിന്തുണയോടെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുക എന്നതായിരിക്കും ഇടതുമുന്നണി ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് LDF കൺവീനർ നമ്മളോട് 24-നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ഗൗരവത്തിലെടുക്കുമെന്നുള്ളതാണ്. അതായത് കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും കരാർ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നാൽ ഒപ്പിട്ട സാഹചര്യത്തെ അദ്ദേഹം തള്ളി പറയുന്നില്ല. കാരണം അടിയന്തരമായ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ അത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിൽ ഒരു സമവായ സാധ്യത തെളിയുന്നു എന്ന സൂചനയാണ് ഈ LDF കൺവീനറിൽ നിന്നും 24-ന് മനസ്സിലാക്കാൻ സാധിച്ചത്. റീജിത്ത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം തന്നെ R. ശ്രീജിത്ത് തിരുവനന്തപുരത്തു നിന്നും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ ഉറപ്പായും ഈ സമവായ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ CPI-യുമായി ഉണ്ടാകും. പക്ഷേ കടുത്ത നിലപാടിൽ, ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്ന CPI എങ്ങനെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.